എല്ലാവർക്കും PS വേൾഡ് ഫോർ യുവിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് അവരക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരക്കയും ഉണക്കമാന്തൽ അഥവാ നങ്കിമീനും കൂടി കറി വയ്ക്കാം. അപ്പോൾ ഉണക്കമീനൊക്കെ വൃത്തിയാക്കിയിട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. മീനൊന്ന് കുതിരുമ്പോഴേക്കും നമുക്ക് അവരക്ക റെഡിയാക്കി എടുക്കാം. അവരക്ക ഇതുപോലെ രണ്ട് സൈഡിലുള്ള നാര് ചീന്തിയെടുത്ത് നെടുകെ ചീന്തി ഇങ്ങനെ മുറിച്ചെടുക്കാം. അങ്ങനെയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അവരക്ക റെഡിയാക്കാം. അതിനുശേഷം വൃത്തിയായി കഴുകി നമുക്ക് അവരക്ക വേവിക്കാൻ വയ്ക്കാം. അവരക്ക വേവിക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ മീൻ വേവിക്കാൻ വെക്കില്ല, കാരണം മീൻ വെന്തുടഞ്ഞു പോവും. അതുകൊണ്ട് ആദ്യം അവരക്ക വേവിക്കാൻ വെച്ച് ഒന്ന് അവരക്ക പാതി വേവാവുന്ന സമയത്ത് നമുക്ക് മീനും ആഡ് ചെയ്യാം. ഈ സമയത്ത് പുളി ഇഷ്ടമുള്ളവർക്ക് നമുക്കതിൻ്റെ കൂടെ തക്കാളിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ തക്കാളി ചേർത്തുന്നില്ല. മീൻ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്, കാരണം മീനിൽ ഉപ്പുള്ളത് കൊണ്ട് അവരക്കയിൽ ഇല്ലാത്തത് കൊണ്ടും നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. പിന്നെ അത് നന്നായി തിളച്ച് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. കുറച്ച് തേങ്ങയും 2 ചെറിയ ഉള്ളിയാണ് എടുത്തത്. നന്നായി അരയ്ക്കണം. നന്നായി അരഞ്ഞതിന് ശേഷം നമുക്ക് അവരക്കയും മീനിലേക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ആഡ് ചെയ്യാം. മീൻ ഇതുപോലെ വേവാൻ പാടുള്ളൂ. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും, പിന്നെ മീൻ അതിൽ കാണില്ല. അതുകൊണ്ട് ഏകദേശം ഈ രീതിയിൽ വേണം ആവാൻ. അതിനുശേഷം കറി നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ട്, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഈസിയാണ്. അപ്പോൾ എല്ലാവരും വെച്ച് നോക്കുക. ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് വെള്ളമാവാനും പാടില്ല. ഏകദേശം ഇതുപോലെ ഉണ്ടാവണം കേട്ടോ. പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് തക്കാളി ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ല, ആ സമയത്ത് പച്ചമുളകും ആഡ് ചെയ്യാം കേട്ടോ. ബൈ.